ഇന്നൊരു എഗ് ബട്ടർ മസാല ഉണ്ടാക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിലും 1 കഷ്ണം ബട്ടറും ചേർത്ത് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ജീരകം, 2 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം പട്ട, പിന്നെ 1 ഏലക്കായും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ഇഞ്ചിയും 1 കപ്പ് സവാളയും ഉപ്പ് ചേർത്തൊന്ന് വഴറ്റണം. സവാള വാടി വരുമ്പോൾ 1/4 കപ്പ് തക്കാളിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് 2-3 മിനിറ്റ് കൂടി വഴറ്റിയ ശേഷം 10 മുതൽ 15 വരെ കാഷ്യൂനട്ട് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത ശേഷം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് അരിച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ഓയിലും ബട്ടറും ഇട്ട് ചെറിയ ചൂടിൽ വെച്ച് ഒരു ബേ ലീഫും 2 ടീസ്പൂൺ കാശ്മീർ ചില്ലിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 1/4 കപ്പ് സവാളയും ഉപ്പും ചേർക്കാം. സവാള നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ അരച്ച പേസ്റ്റ് ചേർത്ത് മീഡിയം ചൂടിൽ 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് 4-5 മിനിറ്റ് തിളപ്പിക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും വേവിച്ച മുട്ടയും മല്ലിയിലയും കൂടെ ചേർത്ത് ചൂട് കുറച്ച് വെച്ച് 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്ത എഗ് ബട്ടർ മസാല റെഡിയായി.